സൂപ്പർ ഹീറോയും കാട്ടാളനും ഒരുമിച്ചൊരു ഫ്രെയിം കാട്ടാളൻ പറയാനുള്ളത് ചാൻസ് ഒന്നുമില്ല. അതെ, അത് ഒരുപാട് ആരാധകർ ചോദിച്ച കാര്യമാണ്. മറ്റേ ടോക്സിക് സീരീസിലെ ദുഷ്ടനായ കഥാപാത്രം ഇന്നലെ അവനെ കണ്ടപ്പോ എന്റെ മൂക്കടിച്ച് പറഞ്ഞു. ഞാൻ കരുതാ നമ്മൾ ഈ വെളിയിൽ നിന്ന് കളി കാണുന്നവരല്ലേ കളിക്കുമ്പോ പാടാണ്. പവർ കുറഞ്ഞു, അടി പ്രോപ്പറായിട്ട് ടൈമിംഗ് തെറ്റിപ്പോയി. നമ്മുടെ ക്യാപ്റ്റൻ സായി ആയിരുന്നു. ക്യാപ്റ്റൻ ഗബ്രു ആണ് മെയിൻ. ഈ മത്സരത്തിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് അടിപതറി, പക്ഷെ നമ്മൾ ബൗൺസ് ബാക്ക് ചെയ്യും. ഒരു ലേണിംഗ് പ്രോസസ് ആണല്ലോ. ഓരോ മാച്ചും ഓരോ ബോൾ ഒരു ലേണിംഗ് പ്രോസസ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ടല്ലേ. അതെ, നമുക്ക് കഴിഞ്ഞ മാച്ച് നമുക്കൊരു ടോപ്പ് ഓർഡർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ മാച്ചിൽ നമുക്ക് മിഡിൽ ഓർഡർ എക്സ്പോസ് ആയി. അപ്പോൾ മിഡിൽ ഓർഡറിലെ ആളുകളൊക്കെ എന്ത് കൺവേർട്ട് ചെയ്യാൻ കാണിച്ചു തന്നു. നമ്മളെല്ലാം കൂടെ ആ ലേണിംഗ് എല്ലാം എടുത്ത് നമ്മൾ അടുത്ത മാച്ചിൽ അടുത്ത കളി നമ്മൾ സെറ്റ് ആക്കും. സെറ്റ്. ഓക്കെ ഗൈസ്, അടുത്തായിട്ട് ആരാധകർ ഏറെ ചോദിച്ച നിങ്ങളുടെ സ്വന്തം താരം നമുക്ക് യാതൊരു നമുക്ക് സംസാരിക്കാം. എന്താണ് ഇന്നത്തെ മത്സരത്തെ പറ്റി പറയാനുള്ളത്? ചാൻസ് ഒന്നുമില്ല. അതെ, അത് ഒരുപാട് ആരാധകർ ചോദിച്ച കാര്യമാണ്. യാതൊരുക്കാക്ക് ചാൻസ് കൊടുത്തില്ല. ഗൈസ്, തടി കൊള്ളുണ്ടെന്നേ ഉള്ളൂ. ഫ്ലെക്സിബിലിറ്റി ഈസ് ഫാക്ടർ. കെട്ടി കാണണം. എന്താണ് കഴിഞ്ഞ കളിയിൽ ആക്ച്വലി ഫസ്റ്റ് ബോൾ തന്നെ 6 അടിച്ച ആളാണ്. ഇത്തവണ 6 അടിക്കാനായിരുന്നു ആഗ്രഹം. മനസ്സിൽ 6 ആയിരുന്നു, പക്ഷെ അത് നടന്നില്ലായിരുന്നു. ക്യാമറയുടെ മുമ്പിൽ വേറെ വന്നേക്കണം. സെയിം തന്നെയായിരുന്നു, പക്ഷെ അവിടുന്ന് കുറച്ച് പവർ കുറഞ്ഞു പോയി. അടി പ്രോപ്പറായിട്ട് ടൈമിംഗ് തെറ്റിപ്പോയി. അതുകൊണ്ടൊന്ന് ക്യാച്ച് എടുത്തു. അടുത്ത കളി നമ്മൾ സ്ട്രോങ് ആയിട്ട് തിരിച്ചു വരും. അടുത്ത കളി അടിക്കും. അടുത്ത കളി 50 അടിച്ചിരിക്കും. ഈ വീഡിയോ താങ്ക് യു സോ മച്ച്. ഡബർ എങ്ങനെയുണ്ടായിരുന്നു കളി? ഇന്നത്തെ കളിനെ പറ്റി അടിപൊളി ഡബർ ബാറ്റ് ചെയ്യാനിരുന്ന കേട്ടോ. ഡബർ ബാറ്റ് ചെയ്യാനിരുന്നിട്ട് പാടൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞാൻ സായിനോട് പറഞ്ഞു പോയി ബാറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ഡബറിന്റെ അടുത്ത് ചെന്നപ്പോഴത്തേന് ഡബർ ഭയങ്കര അടിപൊളിയായിട്ട് സ്പോർട്സ്മാൻ സ്പിരിറ്റ് കാണിച്ചിട്ട് പറഞ്ഞു. ഓൾറെഡി എനിക്ക് നാളെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഒഴിവാക്കാവുന്ന. ഞാൻ പോയിട്ട് എന്താ സംഭവിച്ചത്? പോയിട്ട് ഫസ്റ്റ് ബോളിൽ തന്നെ ഔട്ടായി. ഡബർ ബാൻഡ് അവിടെ നിന്നിട്ട് താങ്ക് ഗോഡ് പറയുകയും ചെയ്തു. നിങ്ങൾ കണ്ട മറ്റേ ടോക്സിക് സീരീസിലെ ദുഷ്ടനായ കഥാപാത്രം ഇന്നലെ അവനെ കണ്ടപ്പോൾ എന്റെ മൂക്കടിച്ച് പറഞ്ഞു. ഞാൻ കരുതാ സൂപ്പർ സ്റ്റാർ അമീറിനെ പരിചയമുള്ളവരൊക്കെ ലൈക്ക് അടിക്കി. ഹായ് ഇനി ആരാ ഉള്ളത്? ട്രോളൻ ഇവിടെ ഉണ്ട്. ട്രോളന്റെ കുറച്ച് കിടിലൻ ഫീൽഡിംഗ് എല്ലാം നമ്മൾ കണ്ടാണ്. എന്താണ് ട്രോള കളിനെ പറ്റി പറയാനുള്ളത്? 2 വാക്ക്. കളിനെ പറ്റിയോ? കളിനെ പറ്റി നമ്മൾ ഈ വെളിയിൽ നിന്ന് കളി കാണുന്നവരല്ലേ കളിക്കുമ്പോൾ പാടാണ്. ഭയങ്കര പ്രഷറാണ്. അതായത് നമ്മൾ ആരും അങ്ങനെ വലിയ കളിച്ച എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരൊന്നും എല്ലാവരും മിക്ക ആൾക്കാരും, ഞാൻ ഉൾപ്പെടെ മിക്ക ആൾക്കാരും തുടങ്ങിയിട്ടേ ഉള്ളൂ. മിക്ക ആൾക്കാരും ആദ്യമായിട്ടായിരിക്കും ഈ സ്റ്റിച്ച് ബന്ധം കളിക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ട്. പന്ത് സ്പീഡ് വരുമ്പോൾ ദേഹത്ത് കൊള്ളുമോ എന്നുള്ളൊരു പേടി, അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ട്. അതൊക്കെ കളിച്ച് മാറാൻ അംഗം തുടങ്ങിയിട്ടേ ഉള്ളൂ. മച്ച് മോർ നമ്മൾ ട്രൈ ചെയ്യും. ഇപ്പോൾ ഈ ഒരു കളി കളിച്ചില്ലെങ്കിൽ അടുത്ത കളി നമ്മൾ ഇനി ട്രൈ ചെയ്ത് അങ്ങനെയല്ല പ്രാക്ടീസ് ചെയ്യുമ്പോൾ. അതിൻ്റെ ഇടയിൽ ഫോട്ടോ എടുക്കാനായിട്ട് സൂപ്പർ ഹീറോയും കാട്ടാളനും ഒരുമിച്ചൊരു ഫ്രെയിം കാട്ടാളൻ. അവൻ്റെ പേരും ചേട്ടൻ്റെ പേരും അത് കഴിഞ്ഞിട്ട് നമുക്ക് ചോദിച്ചു നോക്കാം. സ്വന്തമായി ഗ്രൗണ്ട് ഉള്ള ആളാണ് പെപ്പെ. സൂപ്പർ ഹീറോ 2 വാക്ക് പറ. മല്ലു ക്രിക്കറ്ററാടാ. ഇന്നത്തെ കളിയാണോ? നിങ്ങളാണ് മറ്റേ കമന്ററി അറിഞ്ഞത്? നിങ്ങളാ? ഞാൻ ആരെന്ന് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇരിക്കാനാണോ? കളിയെ പറ്റി നമ്മള് അറിയാലോ, എല്ലാ ആൾക്കാരും ഓരോ ജില്ലയിലുള്ള ആൾക്കാരാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് കളിക്കുന്നുണ്ട്. അത്യാവശ്യം ഷിയാസിന് നല്ലപോലെ കളിക്കുന്ന പ്ലെയർ. അതെ, ഷിയാസാണ് താരം ആക്ച്വലി. അതുകൊണ്ട് തന്നെ നമ്മളുടെ ബാറ്റിംഗ് ഓർഡറിൽ കുറേ കാര്യങ്ങൾ മാറ്റാണ്ട് ഞാൻ ഭയങ്കര അസ്വസ്ഥനാണ്. കാരണം എനിക്ക് നല്ലപോലെ കളിക്കാൻ പറ്റില്ല. സോ അത് വരും ദിവസങ്ങളിൽ ഞാൻ മാറ്റി അതിൻ്റെ ഇടയിൽ പണി കിട്ടിയിട്ടുണ്ട്. നാളെ കളിക്കാൻ കാണുമ്പോൾ എന്തായാലും അടിപൊളി. ഷിയാസാണ് താരം. ഷിയാസ് മറ്റേ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന ആളാണ് ഷിയാസ്. 2 വാക്ക്. എങ്ങനെയാണ് ഇങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് ബാറ്റ് ചെയ്യുന്നത്? ആരാധകരോട് നിൽക്കണം. എന്തായാലും 150 കിലോമീറ്റർ വണ്ടി ഓടിച്ചു വന്നില്ലേ, കുറച്ച് റൺ അടിച്ചില്ലെങ്കിൽ ആരാധകർക്ക് എന്ത് തോന്നും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് മാത്രം റൺ അടിക്കല്ലോ, അവിടെ കുട്ടി നിൽക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത കളിയിൽ ഇതുപോലത്തെ ഫോം തുടരണം. ഓക്കെ ഫൈൻ. ഓക്കെ, തിരക്ക് നോക്കുന്ന ഞാൻ കാണാം. ഉണ്ണിമുക്കുന്ത് ഓൺ ക്രീസ്. 1x 3x സെർച്ച്.